അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പിള്ളേർക്ക് വെക്കേഷനൊക്കെ അല്ലയോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പിള്ളേർക്കൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. ആ 1 കിലോ ചിക്കനകത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ തൈര്, പിന്നെ നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജീരകശാല റൈസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് ജീരകശാല റൈസ് എടുത്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ ആ നല്ല വൃത്തിക്ക് കഴുകി ആ വെള്ള നിറം പോയിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ നിറം ഉണ്ടല്ലോ, ട്രാൻസ്പെറൻറ്റ്, അതുപോലെ വരണം. അതുവരെ കഴുകി ഒരു 10 മിനിറ്റ് അവിടെ നമ്മൾ മാറ്റി വെക്കുക കുതുക്കാനായിട്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാള, ആവശ്യത്തിന് സവാള, ഞാനൊരു 4 സവാള എടുത്തേക്കുന്നത്. സവാള, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 6 പച്ചമുളക്, ഇത്രയും അരിഞ്ഞ് മാറ്റി വെക്കാം. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം 2-3 എണ്ണം, പട്ട ഒരു ചെറിയ പീസ് മതി, പിന്നെ 1 സ്പൂൺ നെയ്യ്, ഒരു 1/2 പീസ് നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്ര ഇട്ട് നമുക്ക് ആവശ്യത്തിന് എത്ര അറിയാമല്ലോ, എത്ര ഗ്ലാസ്സാണ് നമ്മൾ അരി എടുക്കുന്നത്, അല്ല 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, ആ കണക്കിന് വെള്ളം വെക്കുക. ആവശ്യത്തിന് വെള്ളം എടുത്ത് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്ത് അത് വെന്ത് കഴിയുമ്പോൾ അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനാദ്യം നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട്, ഒരു തക്കാളി മറന്നു കേട്ടോ, തക്കാളിയും വേണം. അപ്പോൾ സവാള ഒന്ന് ഇതായിട്ട് വരുമ്പോൾ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരുമ്പോൾ അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതിൻ്റെ 3ൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിട്ട് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബിരിയാണി മസാല, ബിരിയാണി മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഞാനിടുന്നത് ഏലക്ക, ഗ്രാമ്പു, സ്റ്റാർ, പിന്നെ ജീരകം, ശകലം പെരുംജീരകം, ഇത്രയാണ് ഞാനിടുന്നത്. നമുക്ക് ജാതിക്ക, ഇത്രയും ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒരു 3-4 കാശ്മീരി മുളക് അതും കൂടെ ഇടാം. ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് ആവശ്യത്തിന്, പിന്നെ തൈര് അതും എടുത്ത് വെക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്ത് അതിന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരുമ്പോൾ അതിനകത്ത് നമ്മുടെ തൈര് ഇട്ട് കൊടുക്കുക. തൈര് ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്ത് നമുക്ക് പിന്നെ ശകലം മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം. ഒരു 10-20 മിനിറ്റ് വേണ്ട, ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ നല്ല സെറ്റായിട്ട് വെന്ത് വരും. അപ്പോൾ നമ്മുടെ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, ആ റൈസ് ഇതിൻ്റെ മണ്ടയിലോട്ട്, അപ്പോൾ അതിന് മുമ്പ് ലേശം മല്ലിയിലയും പുതിനയിലയും എല്ലാം ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിൻ്റെ മണ്ടയിലേക്ക് നമ്മുടെ ഈ റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇട്ട് കൊടുത്തിട്ട് റൈസിൻ്റെ മണ്ടയിൽ നമ്മുടെ കാഷ്യൂ, ഉള്ളി, പിന്നെ മുന്തിരിങ്ങ, ഇത് 3ഉം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുക. നെയ്യിലാണോ വെളിച്ചെണ്ണയിലാണോ വറുക്കേണ്ടത്? നെയ്യിൽ വറുത്തെടുക്കുക. എന്നിട്ട് ഈ ലേശം റോസ് വാട്ടർ മഞ്ഞൾപ്പൊടിക്കകത്ത് മിക്സ് ചെയ്ത്, റോസ് വാട്ടർ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇതിൻ്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മണ്ടയിൽ മല്ലിയിലയും പുതിനയിലയും ഇട്ട് നമ്മുടെ ഈ ഗാർണിഷ് എല്ലാം ചെയ്ത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ വേവിക്കുക. വേവിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് 2 മിനിറ്റ് കഴിയുമ്പോൾ അടച്ചു വെച്ച് ഒരു 10-20 മിനിറ്റ് അത് അനക്കാതെ അവിടെ വെച്ചേക്കുക. അത് കഴിഞ്ഞ് എടുത്ത് കഴിച്ചാൽ നമ്മുടെ അടിപൊളി ബിരിയാണി റെഡി. ഇതിന് പിന്നെ എരിവ് കുറവായിരിക്കും, കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തീരെ എരിവ് വേണ്ടല്ലോ. അത് കാരണം ഞാൻ കുറച്ച് എരിവ് വേണ്ടവർ നമ്മൾ കുറച്ച് നമ്മുടെ കുരുമുളകും കൂടെ എക്സ്ട്രാ ഇടുക. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കാരണം എരിവ് കുറച്ച് ഇടത്തുള്ളൂ, കൊച്ചുങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ വേണമെങ്കിൽ 2 പുഴുങ്ങിയ മുട്ടയൊക്കെ വെച്ച് പിള്ളേർക്ക് കൊടുക്കാം, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കുട്ടികളുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കടയിൽ പോയി മേടിച്ച് കൊടുക്കുന്നതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ചേർക്കുമെന്ന് അറിയത്തില്ല. ഇതാവുമ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്
നമുക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതിൽ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എടുത്തപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടാറ്റാ.